ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ ചാർജിങ് കണക്ടർ, അതായത് CC കണക്ടറിൽ എന്തെങ്കിലും ഡാമേജസ്, ചാർജിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും കൂടുതൽ നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് കണക്ടറിലായിരിക്കും, അത് CC ബോർഡിലെ ആ ഒരു കണക്ടറിലായിരിക്കും കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ CC ബോർഡ് പൂർണ്ണമായിട്ട് മാറുന്നതിന് പകരമായിട്ട് നമുക്ക് ഇതിൻ്റെ കണക്ടർ മാത്രമായിട്ട്, ചാർജിങ് കണക്ടർ മാത്രമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇളക്കി മാറാൻ സാധിക്കും. CC ബോർഡ് പൂർണ്ണമായിട്ട് മാറേണ്ടതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് മാറുന്ന വീഡിയോ ആണ് ഞാനിന്ന് കാണിച്ചിരുന്നത്. അതിനായിട്ട് നമുക്ക് ചാർജിങ് കണക്ടറിൽ ചാർജിങ് കണക്ടർ ഹീറ്റ് ചെയ്ത് ഇളക്കുന്ന ആ ചാർജിങ് കണക്ടറിൽ നമ്മൾ നല്ല ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ നല്ല ക്വാളിറ്റിയുള്ള ഫ്ലെക്സ് ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് മെക്കാനിക്കലിൻ്റെ GT559 എന്ന് പറയുന്ന ഫ്ലെക്സാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫ്ലെക്സ് ചെയ്യാൻ അപ്ലൈ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് ചെയ്ത് ഇളക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ ബോർഡൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെക്സ് നല്ല ക്വാളിറ്റിയുള്ള ഫ്ലെക്സ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്ത് വേണം നമുക്കത് ഈ ഒരു ചാർജിങ് കണക്ടർ നമുക്ക് വെളിയിലേക്ക് എടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബ്ലോവർ എന്ന് പറയുന്നത് ക്വിക്കിൻ്റെ 857DW പ്ലസ് എന്ന് പറഞ്ഞ ബ്ലോവറാണ് ഉപയോഗിക്കുന്നത്. ഹീറ്റ് എന്ന് പറയുന്നത് ഞാനൊരു 300 ഹീറ്റും അതുപോലെ തന്നെ ഒരു 2 ബാർ എയറുമാണ് കൊടുക്കുന്നത്. ഓരോരുത്തരും ഉപയോഗിക്കുന്ന ബ്ലോവറിൻ്റെ കണ്ടീഷൻസ്, ബ്ലോവർ അനുസരിച്ച് ഹീറ്റിൻ്റെയും അതുപോലെ തന്നെ എയറിനും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹീറ്റ് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അണക്കി നോക്കുക. അനങ്ങുന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്വീസർ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ നമുക്ക് ആ ഒരു ചാർജിങ് കണക്ടർ വെളിയിലെടുക്കാവുന്നതാണ്. വളരെ പ്രഷറൊന്നും കൊടുക്കാതെ, ഞാനിപ്പോൾ ഇളക്കിയ അതേ രീതിയിൽ വളരെ പ്രഷറൊന്നും കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് അനക്കിയ ശേഷം, അനങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പൊക്കിയങ്ങ് എടുക്കുക. അതാണ് ചെയ്യുന്നത്. അതായത് വലിച്ചു പറിച്ചെടുക്കരുത്. അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു ബോർഡിൻ്റെ, നമ്മൾ CC കണക്ടർ ഇളക്കിയ ആ ഒരു ബോർഡ് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. IP ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. അതിനായിട്ട് IP ഉപയോഗിച്ച് ഞാൻ ക്ലീൻ ചെയ്യുകയാണ്. ബോർഡ് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത ശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, പഴയ ലെഡ് മൊത്തം ക്ലീൻ ചെയ്ത്, ബോർഡിൽ പിടിച്ചിരിക്കുന്ന പഴയ ലെഡ് മൊത്തം ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്കുള്ളൊരു ഡീസോൾഡറിങ് വിക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ബോർഡിൽ ആ CC കണക്ടർ പിടിപ്പിച്ചിരുന്ന ആ ഭാഗത്ത് പൂർണ്ണമായി കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക. ഫ്ലെക്സ് അപ്ലൈ ചെയ്ത ശേഷം നമ്മളൊരു ഡീസോൾഡറിങ് വിക്ക്, ഞാൻ ഉപയോഗിക്കുന്ന ഡീസോൾഡറിങ് വിക്ക് എന്ന് പറയുന്നത് ഗുഡ് വിക്കിൻ്റെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഗുഡ് വിക്കിൻ്റെ CP2015 എന്ന് പറയുന്ന ഡീസോൾഡറിങ് വിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ഒരു വിക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഡീസോൾഡറിങ് വിക്കും അതിൻ്റെ കൂടെ നമ്മുടെ സോൾഡറിങ് അയണും ഉപയോഗിക്കുന്നു. സോൾഡറിങ് അയൺ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 300 ടെമ്പറേച്ചറിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 300 ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ ഡീസോൾഡറിങ് വിക്കിൻ്റെ സഹായത്തോടെ ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ വളരെ മൃദുവായിട്ട്, വളരെ പ്രഷർ കൊടുക്കേണ്ട, വളരെ ചെറിയൊരു ഇതിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ പഴയ ലെഡ് പൂർണ്ണമായിട്ടും, ബോർഡിൽ നിന്നും പഴയ ലെഡ് പൂർണ്ണമായിട്ടും ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത ശേഷം ഒന്നുകൂടി IP ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം IP ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ബോർഡ് മൊത്തം നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്തെടുക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ ലെഡ് വല്ലതും ഇനിയും മിച്ചമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. IP ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക. IP ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത ശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, നമ്മൾ പുതിയൊരു ചാർജിങ് കണക്ടർ, അതായത് CC കണക്ടർ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇളക്കാൻ ഉപയോഗിച്ച അതേ ഫ്ലെക്സ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. മെക്കാനിക്കിൻ്റെ GT559 എന്ന് പറഞ്ഞ ഫ്ലെക്സ് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഫ്ലെക്സ് ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം അതിൽ കുറച്ച് PPD പേസ്റ്റ് കൂടി യൂസ് ചെയ്യുകയാണ്. PPD പേസ്റ്റ് ഞാൻ 180യുടെ ഒരു PPD പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് PPD പേസ്റ്റാണ്. PPD പേസ്റ്റ് അതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്ത് കുറച്ച് വയ്ക്കുകയാണ്. സോൾഡറിങ് പേസ്റ്റാണത്. PPD പേസ്റ്റാണ്. PPD പേസ്റ്റ് 180 ഡിഗ്രിയുടെ PPD പേസ്റ്റാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് പിടിപ്പിക്കുകയാണ്. അതിനുശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു പുതിയ CC കണക്ടർ, ചാർജിങ് കണക്ടർ നമ്മളതിലേക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ ലെഗ് എല്ലാം കറക്റ്റ് വരത്തക്ക രീതിയിൽ തന്നെ നിങ്ങൾ പുതിയ ഒരു CC കണക്ടർ ആ ബോർഡിൽ ഫിക്സ് ചെയ്യുക. കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ തന്നെ ഫിക്സ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ കറക്റ്റായിട്ട് ആ ലെഗ് കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ വെച്ച ശേഷം നിങ്ങൾ ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് ചെയ്യുക. ബ്ലോവറിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത്
നമ്മൾ 300 ടെമ്പറേച്ചറും, അതായത് ഹീറ്റ് എന്ന് പറയുന്നത് 300-ഉം 2 പ്രഷറും 2 എയറുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 എയറും 300 ടെമ്പറേച്ചറും കൊടുത്ത് ഹീറ്റ് ചെയ്യുക. നല്ല കറക്കി തന്നെ ഹീറ്റ് ചെയ്യുക. നല്ല ഹീറ്റ് ആകുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് തന്നെ ആ ഒരു CC കണക്ടർ ബോർഡിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല പ്രോപ്പറായിട്ട് തന്നെ ഇരുന്ന് കാണും. കണ്ടോ, കറക്റ്റ് പ്രോപ്പറായിട്ട് ലെക്കൊക്കെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ തന്നെ അത് ഏകദേശം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഏകദേശം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതേപോലെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കുക. കാരണം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കണക്ടർ, നമ്മൾ ചാർജിങ് കണക്ടർ എപ്പോഴും ഒരു ചാർജിങ് കണക്ടർ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ കണക്ട് ചെയ്യുകയും ഡിസ്കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യണത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അല്ല ഉള്ളത് എങ്കിൽ ചിലപ്പോൾ അത് വീണ്ടും പൊട്ടിപ്പോവും, ഇളകി പോകാനുള്ള ചാൻസ്. അതുകൊണ്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് നേരത്തെ ഉപയോഗിച്ച PPD പേസ്റ്റ് ഒന്നുകൂടി സൈഡിലും മറ്റുമൊക്കെ ഒന്നുകൂടി നല്ല രീതിയിൽ തന്നെ ഇടുക. ഇട്ട ശേഷം സോൾഡറിങ് അയൺ ഉപയോഗിച്ചുകൊണ്ട്, കണ്ടോ, നമ്മൾ ആദ്യം ബ്ലോവറാണ് ഉപയോഗിച്ചത്. ബ്ലോവർ ഉപയോഗിച്ച് നല്ല സീറ്റിംഗ് ആക്കിയ ശേഷം നമുക്ക് കുറച്ച് PPD പേസ്റ്റും കൂടെ ആ ഒരു ലെഗിലും ആ സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത ശേഷം, ഇതേപോലെ അപ്ലൈ ചെയ്ത ശേഷം ഒരു സോൾഡറിങ് അയണിൻ്റെ സഹായത്തോടു കൂടി, ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ സോൾഡറിങ് അയണിൻ്റെ സഹായത്തോടു കൂടി, ഇപ്പോൾ ഞാൻ PPD പേസ്റ്റ് യൂസ് ചെയ്യുകയാണ്. PPD പേസ്റ്റ് കറക്റ്റ് എല്ലാ സൈഡിലും PPD പേസ്റ്റ് യൂസ് ചെയ്ത് വച്ച ശേഷം ഒരു സോൾഡറിങ് അയണിൻ്റെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു അവിടെ വച്ച് നല്ല രീതിയിൽ ഒന്നും കൂടെയൊക്കെ സ്ട്രോങ് ആയിട്ട് അവിടെ സോൾഡർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ല കിടിലമായിട്ട് തന്നെ നമുക്കത് സോൾഡറിങ് ആവുന്നതായിരിക്കും. യാതൊരു പ്രോബ്ലംസ് ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ സോൾഡറിങ് ആയി കിട്ടും. ഇതേപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ആ ലെഗിലെല്ലാം കറക്റ്റായിട്ട് ആക്കുക. ആ കണക്ഷൻസിലെല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതേപോലെ ചെയ്യുക. അതിനുശേഷം സൈഡിൽ നമുക്ക് ആ ഒരു ഇത് വരുന്ന ലെഗ് വരുന്ന ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ സോൾഡറിങ് ആൻഡ് ഉപയോഗിച്ചുകൊണ്ട് സോൾഡർ ചെയ്യുക. അപ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ ആ ഒരു CC കണക്ടർ നമ്മുടെ ബോഡിയിൽ പിടിക്കും. ഒരിക്കലും പറഞ്ഞു പോകത്തില്ല. നല്ല രീതിയിൽ തന്നെ അത് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ CC കണക്ടർ മാറുന്നത്. അത് നമുക്ക് ഇത് മൈക്രോ കണക്ടർ ആണെങ്കിൽ നമുക്ക് C ടൈപ്പ് ആയിരുന്നെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മാറാൻ സാധിക്കും. അത് കുറച്ചും കൂടെയൊക്കെ വ്യത്യാസമുണ്ട്. ടൈപ്പ് C കണക്ടർ മാറുന്നതിനായിട്ട്. അങ്ങനെ ടൈപ്പ് C കണക്ടർ മാറുന്ന വീഡിയോ ഞാൻ വരും ദിനങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മൈക്രോ കണക്ടർ മാറുന്നതിന്, അതായത് ഈ ഒരു CC ബോർഡ് മാറുന്നതിന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം IP ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് ആറിയ ശേഷം നിങ്ങൾക്ക് ഇത് ബോർഡിൽ ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ.